ഹലോ ഡിയേഴ്സ്, അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നൈറ്റിലെ വ്ളോഗാണേ. അപ്പം രാത്രി വേറെ ഒന്നുമില്ല, എന്തൊക്കെ തിന്നുക കുടിക്കുക അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പം കുക്കിംഗ് ആണ് പരിപാടി. അപ്പം അതേ ഇവനാണ് ഞണ്ടാണ് ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് കേട്ടോ. അപ്പം അമ്മയായിരിക്കും കുക്കിങ്, എല്ലാം വഴിയെ കാണിക്കാമേ. എന്താ അത്? പായസം ഇടുന്ന? ഓ, അമ്പലത്തിലെ പായസം. എനിക്കൂടെ താ കേസു, ഞങ്ങൾക്കൊന്നുമില്ലേ? ചിഞ്ചു ഹായ് പറ. ഋഷി ബേബി, ഈ ഗ്ലാസ് എത്ര ദിവസത്തേക്ക്? പിന്നെ 150. അത് വേണ്ട. ഞണ്ടിനെയൊക്കെ വൃത്തിയാക്കിയിട്ട് അമ്മ അതേ ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞണ്ട്, കൊഞ്ച്, ഈ വക ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. എനിക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയത്തതുമില്ല. പക്ഷേ മീനായാലും ഞണ്ടായാലും കൊഞ്ചായാലും ഇതൊക്കെ അമ്മയ്ക്ക് എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യും. അത് കഴിഞ്ഞ് ഇതേ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. ഞങ്ങളിതിപ്പോൾ പെരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പെരട്ടിയെ കൂടുതലും വെക്കത്തുള്ളൂ. തീയൽ വെച്ചാൽ അത്ര ഇവിടെ ഇഷ്ടമൊന്നുമില്ല. ഞണ്ടും ഈ കൊഞ്ചും ഒക്കെ അമ്മ ഇങ്ങനെ പെരട്ടി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് സവാളയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കിന് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ അതേ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തട്ടെ. മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കുന്നില്ല. കാര്യം വലുതായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, ചെറിയതായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് പുരട്ടി എടുക്കണ്ടല്ലേ, വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇളക്കിയിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഞണ്ടിനെ പറക്കിയിട്ട് കൊടുത്താൽ മതി. കഴുകി വൃത്തിയാക്കി ഞണ്ടിനെ എല്ലാം മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം. അങ്ങനെ ഈ ഞണ്ടിനെ എല്ലാം കൂടി മസാലയ്ക്കകത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പുമൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൊഞ്ച്, കണവ, പിന്നെ ഈ ഞണ്ട് ഇതൊക്കെ പുരട്ടിയേ ഇവിടെ വെക്കുകയുള്ളൂ കേട്ടോ. ഈ 3 സാധനത്തിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ കൊഞ്ചാണ്. ഞണ്ടിനോട് അത്ര താല്പര്യമില്ല, ഞണ്ടിൻ്റെ ഗ്രേവി കൂട്ടി കഴിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതിപ്പം എല്ലാം ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് തന്നെത്താനെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ നോക്കാൻ ഒന്ന് എടുക്കാൻ പോയപ്പോ നീങ്ങി പോകണം. വേറെ സ്പൂൺ വെച്ചെടുക്കും. എന്താ നമ്മുടെ ഇവിടെ പുൽക്കൂട് വെച്ച് കേട്ടോ, വെളിയിൽ നമ്മുടെ റെസിഡൻസിയുടെ ഇതാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാം ആയതിനൊക്കെ ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ മോര് കറി, ഉച്ചയ്ക്കത്തെ മെഴുക്കുവരട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ട്. സാമ്പാർ പിന്നെ ഇതിൻ്റെ പെരട്ടിൻ്റെ കൂട്ടത്തിൽ വേണ്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതേ എല്ലാവർക്കും വിളമ്പുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ദേ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആദ്യം ആർക്ക് വന്നേ? ആദ്യം ഒറ്റയ്ക്ക് വന്നു, എനിക്ക് വന്നു. അത് ശരി, പോയി കഴിക്കും. ചോറ് കഴിക്കുക ആദ്യം. ഞണ്ട് കറി കൊള്ളാമോ ചേട്ടാ? കേശു കഴിച്ചോടി. കൊള്ളാം, സൂപ്പർ.
ആ